ഹായ് ഫ്രണ്ട്സ്, എജുപ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള UPSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും അത് ഏത് സോഴ്സിൽ നിന്നാണ്, SCRT ഏതൊക്കെ ലെസൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്, അതിൻ്റെ അഡീഷണൽ പോയിൻ്റ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ്സാണിത്. LP എക്സാം എഴുതാൻ പോകുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് നോക്കാം. ബി കോഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ ചോദ്യം കറണ്ട് അഫെയർ ആണ്. ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ പേരെന്താണ്? ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ പേരാണ് പുഷ്പക്. സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5. അഗ്നി 5 വികസിപ്പിച്ചത് DRDO ആണ്. ഇതിൻ്റെ ദൂരപരിധി 5000 കിലോമീറ്റർ ആണ്. മറ്റുള്ള അഗ്നി പതിപ്പുകളേക്കാൾ ഭാരം കുറഞ്ഞതാണ് അഗ്നി 5. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി 1916 ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയാണ്. ഏതാണ് ആ സർവകലാശാല? ഉത്തരം ബനാറസ് ഹിന്ദു സർവകലാശാലയാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷം ആദ്യമായിട്ട് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയിലാണ്. അടുത്തത് 1946 പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ ഏത് ദിവാൻ്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ്? 1946 പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ ഏത് ദിവാൻ്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ്? ദിവാൻ സർ CP രാമസ്വാമി അയ്യരാണ്. ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണത്തിനെതിരായിട്ടാണ് പുന്നപ്ര വയലാർ സമരം നടന്നിട്ടുള്ളത്. ഈ ഒരു ചോദ്യം 10ാം ക്ലാസ്സിലെ 8ാമത്തെ ലെസനായിട്ടുള്ള കേരളം ആധുനികതയിലേക്ക് ആ ലെസണിൽ ഉൾപ്പെട്ടതാണ്. ആ ഭാഗം നമുക്കൊന്ന് നോക്കാം. തിരുവിതാംകൂർ എന്നുള്ള ഹെഡിങ്ങിന് കീഴെയാണ് കൊടുത്തിരിക്കുന്നത്. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് 1891 മലയാളി മെമ്മോറിയലോട് കൂടിയാണ്. അപ്പോൾ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് മലയാളി മെമ്മോറിയലോട് കൂടിയിട്ടാണ്. 1891 മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട മെമ്മോറാണ്ടം മഹാരാജാവിന് സമർപ്പിച്ചു. അപ്പോൾ ഇവിടെ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ഇതിന് നേതൃത്വം കൊടുത്ത വ്യക്തി GP പിള്ളയാണ്. ഇത് മലയാളി മെമ്മോറിയൽ എന്ന് അറിയപ്പെട്ടു. 1896 ഡോക്ടർ പൽപ്പു ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയലും മഹാരാജാവിന് സമർപ്പിച്ചു. അപ്പോൾ 1896 ഈഴവ മെമ്മോറിയൽ. ഡോക്ടർ പൽപ്പുവാണ് ഇതിന് നേതൃത്വം നൽകിയത്. തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിൻ്റെ പേരിൽ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായ രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിച്ചു. തിരുവിതാംകൂറിലുടനീളം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ വളർന്നു വന്നു. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭകളിലും ജനസംഖ്യ അനുപാതികമായി സംവരണം വേണം എന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. നിവർത്തന പ്രക്ഷോഭം 1932 നടന്നിട്ടുള്ളത്. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭകളിലും ജനസംഖ്യ ആനുപാതികമായിട്ട് സംവരണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാരാണ് നിവർത്തന പ്രക്ഷോഭം നടത്തിയത്. അതിൻ്റെ നേതാക്കളാണ് NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ. NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്തരവാദ ഭരണത്തിനായുള്ള ഈ സമരം നടന്നത്. ഉത്തരവാദ ഭരണത്തിനായുള്ള സമരം ഏതാണ്? നിവർത്തന പ്രക്ഷോഭമാണ്. 1938 പട്ടം താണുപിള്ള പ്രസിഡൻ്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടതോടെ തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാകാൻ തുടങ്ങി. അപ്പോൾ 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചത്. അതിൻ്റെ പ്രസിഡന്റ് പട്ടം താണുപിള്ളയാണ്. അതോടുകൂടിയാണ് തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാകാൻ തുടങ്ങിയത്. ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന പുന്നപ്ര വയലാർ സമരത്തോടെ തൊഴിലാളികളും രാഷ്ട്രീയ രംഗത്തേക്ക് വന്നു. അപ്പോൾ ഇവിടെ പുന്നപ്ര വയലാർ സമരം നടന്നത് 1946 ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരായിട്ടാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്. ഇതോടുകൂടിയാണ് തൊഴിലാളികളും രാഷ്ട്രീയ രംഗത്തേക്ക് വന്നത്.
അടുത്ത ചോദ്യം 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ്. ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു. അത് കറക്റ്റാണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചു. അത് 3 ശരിയാണ്. സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു. പിൻവലിക്കാൻ എന്നല്ല, സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു എന്നതാണ് അവിടെ വരേണ്ടത്. ഈ ചോദ്യം 10ാം ക്ലാസ്സിലെ SCERT 6ാമത്തെ ലെസനായിട്ടുള്ള സമരവും സ്വാതന്ത്ര്യവും എന്ന ലെസണിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് പൂർണ്ണ സ്വരാജും സിവിൽ നിയമ ലംഘനവും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വഴിത്തിരിവായിരുന്നു 1929 ലാഹോറിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം. പ്രസ്തുത സമ്മേളനത്തിൽ താഴെ പറയുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് ഈ സമ്മേളനം പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായ സിവിൽ നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു സിവിൽ നിയമലംഘന സമരം കൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത്. അടുത്ത ചോദ്യം, കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത്? മുഹമ്മദ് അബ്ദുറഹിമാനാണ്. ഇത് നമ്മൾ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ പഠിച്ചതാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് കെ മാധവൻ നായരും മൊയ്ദ് മൗലവിയാണ്. എന്നാൽ കേരളത്തിൽ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. അതുപോലെ കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹിമാനാണ് നേതൃത്വം നൽകിയത്. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ് ഉപ്പു നികുതി എടുത്തു കളയുക, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക, വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യ അന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക. ഇതെല്ലാം 10ാം ക്ലാസ്സിലെ SCERTയിൽ കൊടുത്തിട്ടുള്ളതാണ്. അതിനൊപ്പം തന്നെ പറയുന്നുണ്ട്, ഗാന്ധിജി തൻ്റെ ആവശ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് ഉപ്പ് നികുതി കുറയ്ക്കുക എന്നതിനായിരുന്നു. ഉപ്പ് സമരായുധമായി തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നികുതി വരുമാനത്തിൻ്റെ 2/5 ഭാഗവും ഉപ്പിനുമേൽ ചുമത്തുന്ന നികുതിയായിരുന്നു. അതുകൂടാതെ ദരിദ്രർക്ക് ഈ നികുതി വലിയ ഭാരമായിരുന്നു. തദ്ദേശീയരായ ചെറുകിട ഉപ്പ് ഉൽപ്പാദകർക്കുമേൽ ഉപ്പുണ്ടാക്കുന്നതിനുള്ള നിരോധനം ഏർപ്പെടുത്തി. ഉപ്പിൻ്റെ വില 3 മടങ്ങ് വർദ്ധിപ്പിച്ചു. സാധാരണക്കാരെ ഉണർത്താൻ ഉതകുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഉപ്പെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഗാന്ധിജി ഉപ്പ് തന്നെ സമരായുധമായിട്ട് തിരഞ്ഞെടുത്തത്. ഗാന്ധിജിയുടെ ആഹ്വാനം ഏറ്റെടുത്ത ജനങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉപ്പ് കുറുക്കി നിയമലംഘനത്തിൽ പങ്കാളികളായി. കേരളത്തിൽ പയ്യന്നൂരും, തമിഴ്നാട്ടിൽ വേദാരണ്യം, മഹാരാഷ്ട്രയിൽ ബോംബെ, ബംഗാളിൽ നവഖാലി, വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം ഈ ഭാഗങ്ങളിലെല്ലാമാണ് ഉപ്പ് സത്യാഗ്രഹം നടത്തിയത്. അപ്പോൾ സ്ഥലങ്ങൾ കൂടെ ഓർത്തു വയ്ക്കുക. കേരളത്തിലെ പയ്യന്നൂരാണ്, തമിഴ്നാട്ടിൽ വേദാരണ്യം, മഹാരാഷ്ട്രയിൽ ബോംബെ, ബംഗാളിൽ നവഖാലി, പിന്നെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശവും. ഇവിടങ്ങളിൽ സമര വോളണ്ടിയർമാർ ഉപ്പുണ്ടാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ദേശീയ പതാക ഉയർത്തുകയും ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണശാലയിലേക്ക് സരോജിനി നായിഡുവിൻ്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട സത്യാഗ്രഹികളെ വളരെ നിഷ്ഠൂരമായ രീതിയിൽ ബ്രിട്ടീഷ് പോലീസ് നേരിട്ടു. അപ്പോൾ ഗുജറാത്തിലെ ധരാസനയിൽ ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് സരോജിനി നായിഡു ആണ്. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയും സമരം ക്രൂരമായി അടിച്ചമർത്തുകയും ചെയ്തു. ഇനി ഉപ്പിനെ സമരായുധമാക്കിയതിലൂടെ ഗാന്ധിജി എന്താണ് നേടിയത് എന്നാണ്. നിസ്സാരമെന്ന് തോന്നിയ ജനകീയ പ്രശ്നങ്ങളെപ്പോലും ശക്തമായ സമരായുധമാക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചു. വൻതോതിൽ ജനകീയ പിന്തുണ നേടുന്നതിൽ വിജയിച്ചു. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ചൂഷണം ഏറ്റവും ലളിതമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ഗാന്ധിജിക്ക് സാധിച്ചു. അടുത്ത ചോദ്യം, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ TK മാധവൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. ഇതേ ചോദ്യം ഒരേ ലെസണിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. കേരളം ആധുനികതയിലേക്ക് എന്ന ലെസണിൽ നിന്ന് തന്നെയാണ്. ആ ഭാഗം മാത്രം നമുക്കൊന്ന് നോക്കാം.
സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. 1924 നടന്നിട്ടുള്ളത്. TK മാധവൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചു. 1924 വൈക്കം സത്യാഗ്രഹം നടന്നത് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ടാണ്. TK മാധവനാണ് നേതൃത്വം നൽകിയത്. ഇതിനോട് അനുഭാവം കാണിച്ചുകൊണ്ടാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ സംഘടിപ്പിച്ചത്. ഈ സമരങ്ങളെ തുടർന്ന് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാൻ അവർണ ജാതിക്കാർക്ക് അനുവാദം ലഭിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നു. അപ്പോൾ 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നു. കേളപ്പനാണ് നേതൃത്വം കൊടുത്തത്. AK ഗോപാലനായിരുന്നു സമരത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. ഈ സത്യാഗ്രഹത്തിൽ P കൃഷ്ണപിള്ളയ്ക്ക് ക്രൂരമായ മർദ്ദനമേറ്റു. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് AK ഗോപാലൻ. ഈ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൂരമായ മർദ്ദനമേറ്റ വ്യക്തിയാണ് P കൃഷ്ണപിള്ള. ഈ ജനകീയ സമരങ്ങളുടെ എല്ലാം ഫലമായാണ് 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിൽ പുറപ്പെടുവിച്ചത് 1936 നവംബർ 12 തുടർന്ന് മദിരാശി ക്ഷേത്രപ്രവേശന വിളംബരപ്രകാരം മലബാറിലും കൊച്ചി രാജാവിൻ്റെ വിളംബരപ്രകാരം കൊച്ചിയിലും എല്ലാ വിഭാഗക്കാർക്കും ആരാധനാ സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പോൾ കൊച്ചിയിൽ ആരാധനാ സ്വാതന്ത്ര്യം ലഭിച്ചത് കൊച്ചി രാജാവിൻ്റെ വിളംബരപ്രകാരമാണ്. മലബാറിൽ ആരാധനാ സ്വാതന്ത്ര്യം ലഭിച്ചത് മദിരാശി ക്ഷേത്രപ്രവേശന വിളംബരപ്രകാരമാണ്. അത് നോട്ട് ചെയ്ത് വയ്ക്കാം. അടുത്ത ചോദ്യം, സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? ആത്മവിദ്യാ സംഘം. ഇതും ചോദിച്ചിട്ടുള്ളത് സെയിം ലെസണിൽ നിന്നാണ്. കേരളം ആധുനികതയിലേക്ക് എന്ന ലെസണിൽ നിന്നാണ്. അത് നമുക്ക് നോക്കാം. ഒരു ബോക്സിലായിട്ടാണ് സാമൂഹിക പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും കൊടുത്തിരിക്കുന്നത്. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ചതാണ് സമത്വ സമാജം. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ പ്രവർത്തനം കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി. ചട്ടമ്പി സ്വാമികളാണ് കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയത്. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ്. SNDP അല്ലെങ്കിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രവർത്തനം അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചത്. അയ്യങ്കാളിയുടെ സംഘടനയാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത്. വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചതാണ് ആത്മവിദ്യാ സംഘം. വാഗ്ഭടാനന്ദൻ്റെ സംഘടനയാണ് ആത്മവിദ്യാ സംഘം. സഹോദരൻ അയ്യപ്പൻ്റേതാണ് സഹോദര പ്രസ്ഥാനം. സഹോദര പ്രസ്ഥാനം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ്റെ സംഘടനയാണ് അരയ സമാജം. മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ചതാണ് നായർ സർവീസ് സൊസൈറ്റി. NSS അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ്. യോഗക്ഷേമ സഭ VT ഭട്ടത്തിരിപ്പാടുമായി ബന്ധപ്പെട്ടതാണ്. VT ഭട്ടത്തിരിപ്പാട് പ്രവർത്തിച്ച സംഘടനയാണ് യോഗക്ഷേമ സഭ. കുമാരഗുരുദേവൻ സ്ഥാപിച്ചതാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് കുമാരഗുരുദേവനാണ്. അടുത്ത ചോദ്യം, മെസപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത്? മെസപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സിഗുറാത്തുകൾ. സിഗുറാത്തുകൾ. ക്യൂണിഫോം എന്നുള്ളത് സുമേറിയക്കാരുടെ അല്ലെങ്കിൽ മെസോപ്പൊട്ടോമിയക്കാരുടെ ലിപിയാണ്. സ്പിങ്സ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള ഒരു പ്രതിമയാണ്. കാൾഡിയൻ എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്. ഇത് ചോദിച്ചിട്ടുള്ളത് 8ാം ക്ലാസ്സിലെ 2ാമത്തെ ലെസനായിട്ടുള്ള നദീതട സംസ്കാരങ്ങൾ എന്ന ലെസണിൽ നിന്നാണ്. ആ ഭാഗം നമുക്ക് നോക്കാം. 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ മെസപ്പൊട്ടോമിയയിൽ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ്തു. അതായത് മെസപ്പൊട്ടോമിയയിൽ നിലനിന്ന 4 സംസ്കാരങ്ങളുടെ പേരാണ് സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൾഡിയൻ. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൾഡിയൻ. മെസപ്പൊട്ടോമിയയിലെ ഫലഭൂയിഷ്ഠമായ മണ്ണ് കാർഷിക പുരോഗതിയെ സഹായിച്ചു. ഇത് കച്ചവടത്തിൻ്റെയും നഗരത്തിൻ്റെയും വളർച്ചയ്ക്ക് ഇടയാക്കി. ഉറൂക്ക്, ലഗാഷ് എന്നിവ പ്രാചീന മെസപ്പൊട്ടോമിയയിലെ പ്രധാന നഗരങ്ങളായിരുന്നു. ഇപ്പോൾ പ്രാചീന മെസപ്പൊട്ടോമിയയിലെ നഗരങ്ങളാണ് ഉറൂക്ക്, ലഗാഷ്.
മെസപ്പൊട്ടോമിയയിലെ എഴുത്തുവിദ്യ ക്യൂണിഫോം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മെസപ്പൊട്ടോമിയയിലെ എഴുത്തുവിദ്യയാണ് ക്യൂണിഫോം. അവരുടെ ലിപികൾ ആപ്പിൻ്റെ ആകൃതിയിലായിരുന്നു. ക്യൂണിഫോം ലിപി ആപ്പിൻ്റെ ആകൃതിയിലാണ്. മണ്ണ് കുഴച്ചുണ്ടാക്കിയ ചെറുഫലകങ്ങളുടെ മിനുസമുള്ള പ്രതലത്തിലാണ് അവർ എഴുതിയിരുന്നത്. കൂർത്ത മുനയുള്ള എഴുത്താണി ഉപയോഗിച്ച് എഴുതിയതിന് ശേഷം ഉണക്കിയെടുക്കുകയായിരുന്നു ചെയ്തത്. ഇത്തരം കളിമൺ ഫലകങ്ങളുടെ വൻ ശേഖരം തന്നെ ലഭിച്ചിട്ടുണ്ട്. ലിഖിതങ്ങളിൽ ഭൂരിഭാഗവും കച്ചവടവുമായി ബന്ധപ്പെട്ടതാണ്. പ്രാചീന മെസപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവാണ് സിഗുറാത്തുകൾ എന്നറിയപ്പെടുന്ന ആരാധനാലയങ്ങൾ. അപ്പോൾ പ്രാചീന മെസപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായിട്ടുള്ള ആരാധനാലയങ്ങൾ ഏതാണ്? സിഗുറാത്തുകളാണ്. നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. മൺകൂനകൾ നിർമ്മിച്ച് അതിന് മുകളിൽ ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് സിഗുറാത്തുകൾ പണിതത്. LPക്ക് പഠിക്കുന്നവർ ഈ ഒരു ലെസൺ ഒന്ന് വായിച്ചു നോക്കുക. അടുത്ത ചോദ്യം, ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി സുഭാഷ് ചന്ദ്രബോസ്. ഈ ചോദ്യം സമരവും സ്വാതന്ത്ര്യവും എന്നുള്ള 10ാം ക്ലാസ്സിലെ ലെസണിൽ നിന്നാണ്. ആ ഭാഗം മാത്രം നമുക്ക് നോക്കാം. ഗാന്ധിയൻ സമര രീതികളോട് പല ഘട്ടങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ച ആളായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. കോൺഗ്രസ് വിട്ട അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി. പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം അദ്ദേഹം ഏറ്റെടുത്തു. അപ്പോൾ INA രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വം ഏറ്റെടുത്തത്. സിംഗപ്പൂരിൽ വെച്ച് സ്വതന്ത്ര ഭാരതത്തിന് ഒരു താൽക്കാലിക ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചു. അപ്പോൾ ഇന്ത്യയുടെ സ്വതന്ത്ര ഭാരതത്തിന് വേണ്ടിയിട്ട് ഒരു താൽക്കാലിക ഗവൺമെൻറ് സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ചത് സിംഗപ്പൂരിൽ വെച്ചാണ്. ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തൂത്തെറിയാനുള്ള സമരം നടത്തുക എന്നതായിരുന്നു താൽക്കാലിക ഗവൺമെൻറ്റിൻ്റെ പ്രധാന ചുമതല. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായി ഝാൻസി റാണി റെജിമെൻറ്റ് രൂപീകരിച്ചു. ഇതിൻ്റെ ചുമതല മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിക്കായിരുന്നു. ജപ്പാന്റെ സഹായത്തോടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തി വരെ എത്തുകയും ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു. ഓരോ സെൻറ്റൻസും ഓരോ ചോദ്യങ്ങളാണ്. അപ്പോൾ ശ്രദ്ധിച്ച് ഈ ഒരു ലെസനും കേരളം ആധുനികതയിലേക്ക് എന്ന ലെസനും വൃത്തിയായി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത ചോദ്യം, ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബംഗനിൽ നിന്നും താഴെ പറയുന്നവയിൽ ഏതിൻ്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത്? ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബംഗനിൽ നിന്നും താഴെ പറയുന്നവയിൽ ഏതിൻ്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത്? ഉഴുത വയലാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് 8ാം ക്ലാസ്സിലെ സോഷ്യലിൻ്റെ 2ാമത്തെ ലെസനായിട്ടുള്ള നദീതട സംസ്കാരങ്ങളിലൂടെ എന്ന ലെസണിൽ നിന്നാണ്. ആ ഭാഗം മാത്രം നമുക്കൊന്ന് നോക്കാം. ഗ്രാമങ്ങളിലെ കൃഷിയിടങ്ങൾ ഫലഭൂയിഷ്ഠമായിരുന്നു. സിന്ധു നദി ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ മണ്ണായിരുന്നു ഈ ഫലഭൂയിഷ്ഠതയ്ക്ക് അടിസ്ഥാനം. രാജസ്ഥാനിലെ കാലിബംഗാനിൽ നിലം ഉഴുതുമറിച്ച് കൃഷി നടത്തിയിരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. കാലിബംഗാനിൽ നിലം ഉഴുതുമറിച്ച് കൃഷി നടത്തിയിരുന്നു. കളിമണ്ണിൽ തീർത്ത കലപ്പയുടെ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ജലസേചനത്തിന് വേണ്ടി കനാലുകൾ നിർമ്മിച്ചിരുന്നു. കാർഷിക വൃത്തിക്കൊപ്പം മൃഗപരിപാലനവും നിലനിന്നിരുന്നു. മൃഗങ്ങളുടെ എല്ലുകളുടെ അവശിഷ്ടങ്ങൾ ധാരാളം ലഭിച്ചിട്ടുണ്ട്. കാണ്ടാമൃഗത്തിൻ്റെയും ആനയുടെയും കളിമൺ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കാള, ആട്, പന്നി, ചെമ്മരിയാട് എന്നിവയെ വളർത്തിയിരുന്നു. കാള, ആട്, പന്നി, ചെമ്മരിയാട് എന്നിവയെ വളർത്തിയിരുന്നു. ഗ്രാമങ്ങളിൽ മിച്ചം വന്ന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചത്. നികുതി ഇനത്തിൽ ലഭിച്ച ധാന്യവും ഇവിടെ സൂക്ഷിച്ചിരുന്നു. ധാന്യപ്പുരകളിൽ സൂക്ഷിച്ച ഇത്തരം ധാന്യങ്ങൾ നഗരങ്ങളിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കിയിരുന്നു. മെച്ചപ്പെട്ട ഒരു ഭരണ സംവിധാനം നിലനിന്നിരുന്നു എന്നതിന് തെളിവാണ് ഇത്തരം ധാന്യ സംഭരണശാലകൾ. അടുത്ത ചോദ്യം, വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് മൂലം കേരളത്തിൽ ഗോത്രജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏതാണ്? കുറിച്യർ കലാപമാണ്. ഇത് 10ാം ക്ലാസ്സിലെ 4ാമത്തെ ലെസൺ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്ത് നിൽപ്പുകളും എന്ന പാഠത്തിൽ കുറിച്യർ കലാപത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഗോത്രജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് കുറിച്യ കലാപം. അടുത്തത് കറണ്ട് അഫെയർ ചോദ്യമാണ്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏതാണ്? ദേശീയ ഹരിത ട്രൈബ്യൂണലാണ്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠമാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ. അടുത്തത്, റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം?
ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. വായ്പകളുടെ നിയന്ത്രകനാണ്, സർക്കാരിൻ്റെ ബാങ്കാണ്. 1 രൂപ നോട്ട് അടിച്ചിറക്കുന്നത് ധനകാര്യ മന്ത്രാലയമാണ്, അല്ലാതെ റിസർവ് ബാങ്ക് അല്ല. ഇത് നമ്മുടെ SCERT 10ാം ക്ലാസ്സിലെ 9ാമത്തെ ലെസൺ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന ഭാഗത്തു നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. നമുക്ക് ആ ഭാഗം മാത്രം നോക്കാം. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങളാണ് നോട്ട് അച്ചടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിൻ്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധർമ്മങ്ങളാണ് നോട്ട് അച്ചടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിൻ്റെ ബാങ്ക് എന്നറിയപ്പെടുന്നു, ബാങ്കുകളുടെ ബാങ്ക് എന്ന് അറിയപ്പെടുന്നു. 1 രൂപ ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്കാണ്. 1 രൂപയുടെ നോട്ടും അനുബന്ധ നാണയങ്ങളും അടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. അത് ശ്രദ്ധിക്കുക. 1 രൂപയുടെ നോട്ടും അനുബന്ധ നാണയങ്ങളും അടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. നോട്ട് അടിക്കുന്നതിന് നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ നാണ്യശേഖരമോ കരുതലായി സൂക്ഷിക്കുന്നു. അടുത്ത ചോദ്യം, സാമൂഹ്യ സംഘമായ കുടുംബത്തിൻ്റെ സവിശേഷതകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്തത് ഔപചാരിക ബന്ധമാണ്. സാമൂഹ്യ സംഘമായ കുടുംബത്തിൻ്റെ സവിശേഷതകളാണ് ഉയർന്ന സംഘബോധം, ചെറിയ സംഘം, നിരന്തരമായ ആശയവിനിമയം. അത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഔപചാരികമായിട്ടല്ല നമ്മൾ കുടുംബത്തിൽ പെരുമാറുന്നത്. ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് 8ാം ക്ലാസ്സിലെ 13ാമത്തെ ലെസനായിട്ടുള്ള സാമൂഹ്യ സംഘങ്ങളും സാമൂഹ്യ നിയന്ത്രണവും എന്ന പാഠത്തു നിന്നാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് കുടുംബത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ചെറിയ സംഘം, പരിചിതർ, ഉയർന്ന സംഘബോധം, പൊതുവായ ചില പ്രവർത്തന രീതികൾ, അംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു, വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു. അപ്പോൾ കുടുംബത്തിൻ്റെ സവിശേഷതകളാണ് ചെറിയ സംഘം, പരിചിതർ, ഉയർന്ന സംഘബോധം, പൊതുവായ ചില പ്രവർത്തന രീതികൾ, അംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു, വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു. ഇനി മറ്റൊരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അടുത്ത ബന്ധം വെച്ച് പുലർത്തുന്നവരും മുഖാമുഖം ആശയവിനിമയം നടത്തുന്നവരും പരസ്പരം സഹകരിക്കുന്നവരുമായ മനുഷ്യരുടെ ഒരു ചെറു സംഘമാണ് പ്രാഥമിക സംഘം എന്ന് പറയുന്നത്. അടുത്ത ബന്ധം വെച്ച് പുലർത്തുന്നവരും മുഖാമുഖം ആശയവിനിമയം നടത്തുന്നവരും പരസ്പരം സഹകരിക്കുന്നതുമായ മനുഷ്യരുടെ ഒരു ചെറു സംഘമാണ് പ്രാഥമിക സംഘം. എന്നിട്ട് ഏറ്റവും താഴെയായിട്ട് നിങ്ങളുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രാഥമിക സംഘങ്ങൾ കണ്ടെത്തി എഴുതുക എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ കുടുംബം എന്ന് കൊടുത്തിട്ടുണ്ട്. മുഖാമുഖം ആശയവിനിമയം നടത്തുന്നവരും പരസ്പരം സഹകരിക്കുന്നവരുമായിട്ടുള്ള ഒരു പ്രാഥമിക സംഘമാണ് ഇത് കുടുംബം എന്ന് പറയുന്നത്. പ്രാഥമിക സംഘങ്ങളുടെ സവിശേഷതകളാണ് അംഗങ്ങൾ പരസ്പരം അറിയുന്നവരായിരിക്കും, അംഗങ്ങൾക്കിടയിൽ ആത്മബന്ധമുണ്ടായിരിക്കും, അംഗങ്ങൾക്കിടയിൽ നിരന്തരമായ ആശയവിനിമയം, അംഗങ്ങളുടെ ക്ഷേമമാണ് പ്രധാന ലക്ഷ്യം, അംഗങ്ങൾ പരസ്പരം സഹകരിക്കുന്നു. ഇനി ഇവിടെ സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ 2 ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണവും ഔപചാരിക സാമൂഹ്യ നിയന്ത്രണവും. അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൽ വരുന്നതാണ് കുടുംബം, മതം, സമപ്രായക്കാരുടെ സംഘം. അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൽ വരുന്നതാണ് കുടുംബം, മതം, സമപ്രായക്കാരുടെ സംഘം. ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൽ വരുന്നത് പോലീസ്, പട്ടാളം, കോടതി, ജയിൽ തുടങ്ങിയവയാണ്. അടുത്ത ചോദ്യം, 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. നമ്മുടെ ദേശീയ ഗാനം ഓർത്താൽ തന്നെ നമുക്ക് കിട്ടും. ദ്രാവിഡ ഉത്കല വങ്ക എന്ന് പറയുന്നുണ്ട്. ആ വങ്കയാണ് പശ്ചിമ ബംഗാൾ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒഡീഷയാണ് ഉത്തരം എന്ന് നമുക്ക് ആൻസറായിട്ട് കിട്ടും. അടുത്തത്, രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ്? രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കൽ എന്നുള്ളതാണ്. രാജ്യസഭയുടെ സമ്മേളനത്തിലെ അധ്യക്ഷത വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. ഈ ഒരു ചോദ്യം 8ാം ക്ലാസ്സിലെ 4ാമത്തെ ലെസണായിട്ടുള്ള നമ്മുടെ ഗവൺമെൻറ് എന്ന പാഠത്തിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ ഭാഗമൊന്ന് നമുക്ക് നോക്കാം. രാഷ്ട്രപതിയുടെ ചുമതലകൾ: പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കൽ. പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കൽ. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കൽ. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനാണ് രാഷ്ട്രപതി. രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെയും ലോകസഭയിലേക്ക് 2 അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുന്നു. പാർലമെൻറ്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത് രാഷ്ട്രപതിയാണ്. ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ. ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ. ഇതേപോലെ തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റും ചോദിച്ചിട്ടുള്ളത്.
ഇനി ഉപരാഷ്ട്രപതിയുടെ ചുമതലകളാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതല നിർവഹിക്കുക, രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുക. അപ്പോൾ ഉപരാഷ്ട്രപതിയുടെ ചുമതലയാണ് ഏത്? രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതല നിർവഹിക്കുന്നതും രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നതും. അടുത്തത് പ്രധാനമന്ത്രിയുടെ ചുമതലകളാണ്. ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ മുന്നണിയുടെയോ നേതാവിനെയായിരിക്കും പ്രധാനമന്ത്രിയായി നിയമിക്കുക. പ്രധാനമന്ത്രിക്ക് അതിവിപുലമായ അധികാരങ്ങളും ചുമതലകളും ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ തീരുമാനങ്ങളിലും നിർണായകമായ സ്വാധീനം അദ്ദേഹത്തിന് ഉണ്ടാകും. പ്രധാനമന്ത്രിയുടെ മുഖ്യ ചുമതലകളാണ് ലോകസഭയുടെ നേതാവായി പ്രവർത്തിക്കുക, ക്യാബിനറ്റ് മീറ്റിംഗുകളിൽ അധ്യക്ഷം വഹിക്കുക, മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുക, മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുക. ഇതെല്ലാമാണ് പ്രധാനമന്ത്രിയുടെ ചുമതലകൾ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 8ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും SCERT പാഠഭാഗത്ത് നിന്നാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. 9ാം ക്ലാസ്സിലെ SCERT മിഡീവൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് 8ലെയും 10ലെയും SCERT പാഠഭാഗങ്ങൾ നിർബന്ധമായും പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത്? കൊങ്കൺ സമതലമാണ്. വടക്കൻ സിർക്കാർ, സുന്ദരവന പ്രദേശം, കോറമാണ്ടൽ തീരപ്രദേശം, ഇത് മൂന്നുമാണ് കിഴക്കൻ തീരസമതലത്തിൽ ഉൾപ്പെടുന്നത്. ഇത് ഉൾപ്പെട്ടിട്ടുള്ളത് 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയുടെ ഭാഗമായിട്ടുള്ള 7ാമത്തെ ലെസനായ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന പാഠഭാഗത്താണ്. അടുത്ത ചോദ്യവും അതേ ലെസണിൽ നിന്നുള്ളതാണ്. തീരസമതലം ഇവിടെ 2 ബോക്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ പ്രത്യേകത നോക്കാം. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലായിട്ടാണ് പടിഞ്ഞാറൻ തീരസമതലം. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. താരതമ്യേന വീതി കുറവാണ്. ഗുജറാത്ത് സമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ തിരിക്കാം. പടിഞ്ഞാറൻ തീരസമതലമാണ് ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ തിരിക്കുന്നത്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. ഇനി കിഴക്കൻ തീരസമതലത്തിൻ്റെ പ്രത്യേകതയാണ് ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് കാണപ്പെടുന്നത്. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് കിഴക്കൻ തീരസമതലം. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. വീതി താരതമ്യേന കൂടുതലാണ്. കിഴക്കൻ തീരസമതലത്തിന് വീതി താരതമ്യേന കൂടുതലാണ്. കോറമാണ്ടൽ തീരസമതലം, വടക്കൻ സിർക്കാസ് തീരസമതലം എന്നിങ്ങനെ തിരിക്കാം. കോറമാണ്ടൽ തീരസമതലം എന്നും വടക്കൻ സിർക്കാസ് തീരസമതലം എന്നും ഇങ്ങനെ തിരിക്കാം. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. കിഴക്കൻ തീരസമതലത്തിലാണ് ഡെൽറ്റ രൂപീകരണം നടക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ 3ാമത്തെ നദി ഏതാണ്? കൃഷ്ണ നദിയാണ്. 3ാമത്തെ വലിയ നദിയാണ് കൃഷ്ണ നദി. ഇത് ഒരു ബോക്സ് ആയിട്ട് തന്നെ ഈ ലെസണിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്ന് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം. LP എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് ഏതൊക്കെ ഭാഗത്തുനിന്ന് ചോദ്യം വന്നിട്ടുണ്ടോ ആ ഭാഗങ്ങളെല്ലാം വൃത്തിയായി പഠിച്ച് മനസ്സിലാക്കുക. ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം നന്നായിട്ട് റിവൈസ് ചെയ്ത് വേണം പോകാനായിട്ട്. ഒരുപാട് സമയമെടുത്ത് ഓരോ ലെസനും കണ്ടെത്തിയിട്ടാണ് ഇങ്ങനെയൊരു ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്